ഇനി നമ്മൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. അത് കുറേ സ്ഥലങ്ങളിൽ വരും. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൽ, ഗ്രാവിറ്റേഷനിലൊക്കെ AP വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് APനെ കുറിച്ച് ഒരു ചെറിയ ധാരണ വേണം. AP എന്ന് പറയുമ്പോൾ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഉണ്ട്, ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ട്. രണ്ടും നല്ല ഡിഫറൻസ് ആണല്ലേ, നല്ല വ്യത്യാസമുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് A പറഞ്ഞൊരു ടേം ഉണ്ട്, അതിലേക്ക് ഒരു എയും കൂടി ആഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്നെ ആഡ് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു സംഖ്യ ആഡ് ചെയ്ത് A+D. ആ D ഇനി ആഡ് ചെയ്ത് ഇങ്ങനെ പോവാന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു ടേം A ആണ്, അടുത്ത ടേം ആരാ? അടുത്ത ടേം A+D ആണ്. അടുത്ത ടേം ആരായിരിക്കും? അപ്പോൾ അത് A+2D ആണ്. അടുത്ത ടേം ആരായിരിക്കും? അപ്പോൾ A+3D ആണ്. അപ്പോൾ nth ടേം ആയിരിക്കും A+n-1 × D ആണ്. കാരണം രണ്ടാമത്തെ ടേമിലാണ് 1D, മൂന്നാമത്തെ ടേമിലാണ് 2D, നാലാമത്തെ ടേമിലാണ് 3D. അപ്പോൾ 4 - 1 ആണ്. അപ്പോൾ n-ാമത്തെ ടേമിൽ n-1 × D ആയിരിക്കും ഉണ്ടാവുക. റെഡിയാണ്? അപ്പോൾ nth ടേം അല്ലേ, nth ടേം കണ്ടുപിടിക്കാനുള്ളൊരു പരിപാടി എന്താ? nth എന്താന്ന് ചോദിച്ചാൽ അത് A+n-1 × D. ഇത്രയേ ഉള്ളൂ, സംഭവം സിമ്പിളാണ്. ക്ലിയർ അല്ലേ? ഇനി ഇതിൻ്റെ ടോട്ടൽ സമ്മ് കണ്ടുപിടിക്കാനുണ്ടാവും എന്ന് പറഞ്ഞാൽ കുറച്ച് ടേമുകൾ തരും, ആ ടേമുകളുടെ സമ്മ് കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനുണ്ടാവും. ഇപ്പോൾ nth ടേമിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ Sn അല്ലേ, ഇത്രയും ടേം ഉണ്ടാവും, n ടേമുകളുണ്ട്, അതിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n/2 × ലാസ്റ്റ് ടേം പ്ലസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ആരാ? A. ലാസ്റ്റ് ടേമോ? ലാസ്റ്റ് ടേം an എന്ന് പറഞ്ഞ ടേം. അപ്പോൾ ഫസ്റ്റ് ടേം ആരാ? അത് A ആണ്. ലാസ്റ്റ് ടേം ആരാ? അത് an ആണ്. an കണ്ടുപിടിക്കുക A+n-1 × D. വേണമെങ്കിൽ ഈ സാധനം ഒന്ന് മാറ്റി ചെയ്താൽ n/2 × A+ ആരാ? an A+n-1 × D അല്ലേ, A+n-1 × D. ഇത് നോക്കൂ, ഞാൻ മാറി എഴുതിയല്ല. ഈ ഒരു A ഫസ്റ്റ് ടേം, ഇത് ലാസ്റ്റ് ടേം A+n-1 × D. ആ എയും കൂടി എന്താവും? 2A ആവും. അപ്പോൾ n/2 × 2A+n-1 × D എന്ന് വേണമെങ്കിൽ ഇക്വേഷൻ പറയാം. ഈ ഇക്വേഷനൊന്നും വലിയ കാര്യമില്ല, അത് നിങ്ങൾക്ക് ഈ സംഭവം മനസ്സിലാവാണ് വേണ്ടത്. എന്ത്? ഇതാണ് ഒരു APൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ, ഇതാണ് ഒരു APൻ്റെ ലാസ്റ്റ് ടേം കാണാനുള്ള പരിപാടി. ഇതൊക്കെ മനസ്സിലാക്കാണ് വേണ്ടത്. ക്ലിയർ അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് എഴുതി വെച്ച ഈ SNൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. SNൻ്റെ ഇക്വേഷനിൽ വലിയ കാര്യമൊന്നുമില്ല. ക്ലിയർ? എന്താ ഈ ഇക്വേഷനിൽ വലിയ കാര്യമൊന്നുമില്ല, കാരണം ആ ഇക്വേഷൻ ഈ n-ന് പകരം ആ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ വന്നതാണ്. A എന്ന് പറഞ്ഞാൽ A+n-1 × D ആ. അതിൽ എയും 2A, പിന്നെ n-1 × D അവിടെ ഉണ്ട് താനും. ക്ലിയർ അല്ലേ? ഫോർ ദ ഫോളോയിങ് AP എന്നൊക്കെ തന്നിട്ടുണ്ട്, അങ്ങനെ തരണമെന്നൊന്നുമില്ല, കണ്ടാൽ മനസ്സിലാവണം. 3 എന്നോട് 4 കൂട്ടിയാൽ 7, അതിനോട് 4 കൂട്ടിയാൽ 11. അപ്പോൾ 4 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. D എന്ന് പറയുന്നത് 4 ആണെന്ന് മനസ്സിലായോ? D ആണ് എല്ലാത്തിനും കൂട്ടുന്നത്. ഇതിലേക്ക് കൂട്ടി. എന്താ വേണ്ടേ? 10th ടേം ആണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ A10. A10 ആണ് വേണ്ടത്. എന്താ A10? A+n-1 × D ആണ്. A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 3, ആരാ? n-1. 10ാമത്തെ ടേമാണ് വേണ്ടത്. അപ്പോൾ n 10 ആണ്. 10 - 1 9 × 4 4 36 3 39 39. 4 × 9 എന്താ? 4 × 9 36. 36 + 3 39. എളുപ്പമാണ്. അപ്പോൾ അത് കിട്ടി. ഇനി എന്താ വേണ്ടത്? സം ഓഫ് ദി സെവൻ ടേംസ്. സം ഓഫ് ദി ഫസ്റ്റ് 7 ടേംസ്. ആദ്യത്തെ 7 ടേമിൻ്റെ സമ്മ് എങ്ങനെ കിട്ടാ? n/2 × A+an ആണ് ചെയ്യേണ്ടത്. ആരാ n/2? n/2 ആരാ പറ? 7/2. ആരാ A3? ആരാ an? an 39 അല്ലേ? അത് 10th ടേമാ. ഇവിടെ 7 കൂട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ A7 ആദ്യം പോയി കാണണം. A7 എന്ന് പറയണത് A+n-1 × D ആണ്. A+n-1 × D എന്ന് പറഞ്ഞാൽ A3 ആണ്, n7 - 1 ആണ്, × D 4 ആണ്. അപ്പോൾ ആൻസർ 3 + 6 × 4 24 അല്ലേ?
24 പ്ലസ് 3 27. ഓ 27 ആണ്. ഇപ്പോൾ ഇത് 27 വരും. an 27 ആണ്. 7ാമത്തെ ടേം a7. എന്താ 39 കൊടുക്കാഞ്ഞേ? 10 സമ്മല്ല ചോദിച്ചത്, 7 സമ്മാ ചോദിച്ചത്. അപ്പോൾ 7ാമത്തെ ടേം കണ്ടുപിടിച്ചു. അപ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് 7ാമത്തെ ടേം 27 3 30. അപ്പോൾ 7/2 ഇൻറ്റു 30. 2ഉം 30യും വെട്ടിയ 15. 7 × 15. 7 × 15 അല്ലേ? 7 × 10 70. 7 × 5 35. 70 35ഉം 105. 105 ആണ് കിട്ടുന്നത്. കൊള്ളാലോ, രസമുള്ള പരിപാടികളാണല്ലോ അല്ലേ? അപ്പോൾ അടുത്ത ചോദ്യം ഉണ്ടാവും, എന്താണ് GP, ജോമെട്രിക് പ്രോഗ്രഷൻ എന്താണ്? അങ്ങനൊരു സംശയം വരാം. ഒന്നുമില്ല, ഇവിടുത്തെ നേരെ ഓപ്പോസിറ്റ്. നേരത്തെ പോയത് A, പിന്നെ എയിലേക്ക് D കൂട്ടുക ചെയ്തത്. അതിന് പകരം ഏനെ ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, 6 കൊണ്ട്. അതേ സംഖ്യ കൊണ്ട് അതിനെ പിന്നെ മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായോ? അപ്പോൾ AR² വരും. ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്താൽ AR³ വരും. അപ്പോൾ എന്നാമത്തെ എന്താ വരിക? AR⁻n−1 ആണ് വരിക. AR⁻n−1 ആണ് വരിക. അതെന്താ അങ്ങനെ? ഒന്നാമത്തെ ടൈമിൽ 6 ഇല്ല, രണ്ടാമത്തെ ടൈമിലാണ് R⁻1, മൂന്നാമത്തെ ടൈമിലാണ് R⁻2, 3 - 1 2, നാലാമത്തെ ടൈമിലാണ് 4 - 1 3. അപ്പോൾ എന്നാമത്തെ ടൈമിൽ n-1 n-1 ഇങ്ങനെ പോകുന്നത്. ഈ 6നെ വിളിക്കുന്ന പേരാണ് കോമൺ റേഷ്യോ. കോമൺ റേഷ്യോ അല്ലേ? 6. അയാളെ കൊണ്ടാണ് എല്ലാവരെയും മൾട്ടിപ്ലൈ ചെയ്യണത്. അയാളെ കണ്ടുപിടിക്കലാണ് ക്വസ്റ്റ്യനിലെ പ്രധാന പരിപാടി. ഈ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതിലിപ്പോൾ എന്തൊക്കെ കാണാൻ ചോദിക്കാം? എന്നാമത്തെ ടേൺ ആണെന്ന് ചോദിച്ചാൽ ഇത് ചെയ്താൽ മതി. പകരം ഇതിങ്ങനെ ഇൻഫിനിറ്റി ആയിട്ട് പോകാമെന്ന് വിചാരിക്കാം. ഇൻഫിനിറ്റി ആയിട്ട് പോകണമെന്നില്ല, എപ്പോഴും എവിടെയെങ്കിലും നിൽക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറേ പോവാം. ഓക്കെ, ഇതിൻ്റെ സമ്മ് കാണാനൊരു ഇക്വേഷൻ ഉണ്ട്. എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ 6 ഉണ്ടല്ലോ, ഈ 6 2 സാധ്യത ഉണ്ട്. ഇപ്പോൾ 6 വേണമെങ്കിൽ 2 ആവാലോ, അല്ലെങ്കിൽ 3 ആവാലോ. എന്ന് പറഞ്ഞ സംഖ്യ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് പിന്നെ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, അതിനെ പിന്നെയും. അപ്പോൾ 2 കാരണം 1 വലുതാ. 6 > 1 ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പം സമ്മ് കാണാനുള്ള ഒരു പരിപാടി ഇക്വേഷൻ ഉണ്ട്. 6 < 1 ആകുമ്പോൾ സമ്മ് കാണാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. നോട്ട് ദ പോയിന്റ്. എന്താണ്? 6 > 1 ആകുമ്പോഴുള്ള സമ്മ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. 6 < 1 ആകുമ്പോൾ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇങ്ങനെയാണ്: A × 1 - R⁻n ഡിവൈഡഡ് ബൈ 1 - R. ഇവിടെ ആണെങ്കിൽ ഒരു മിനിറ്റ് തിരിച്ചിട്ടുള്ളത് 1 - R⁻n അല്ല, R⁻n-1 ആണ്. R > 1 ആണെങ്കിൽ. ഓക്കെ, R > 1 ആണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഇനി R < 1 ആണെങ്കിൽ ശ്രദ്ധിക്കണം, അത് 1 - R⁻n ഡിവൈഡഡ് ബൈ 1 - R ആണ്. ഇക്വേഷൻ നേരെ ഓർത്ത് വെച്ചാൽ മതി. പക്ഷെ ഇത് രണ്ടും അല്ല നമ്മളെപ്പോഴും യൂസ് ചെയ്യല്. ഇത് രണ്ടും അല്ല, ഇതുമല്ല, ഇപ്പോൾ നേരത്തെ മേലെ വെച്ചതും അല്ല, രണ്ടും അല്ല യൂസ് ചെയ്യല്. പിന്നെ ഏതാ യൂസ് ചെയ്യലെന്നറിയോ? നമ്മൾ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള GP ആണ് നമുക്ക് എപ്പോഴും അധികം ക്വസ്റ്റ്യനിൽ ഉണ്ടാവുക. എന്താണ് GP? ഇൻഫൈനൈറ്റ് ആയിട്ട്. അപ്പം സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് A/1 - R ആണ്. അതന്നെ R < 1 ആണെങ്കിൽ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഞാൻ പഠിച്ചു വെക്കേണ്ട കാര്യം കേട്ടോ. R < 1 ആണ്, എൻ്റെ തല കാണില്ലേ? R < 1 ആണ് എങ്കിൽ സമ്മ് കാണാനുള്ള ഇക്വേഷൻ A/1 - R. എന്തെളുപ്പാണ്? ആരെക്കൊണ്ടാണോ ഏനെ കുണിച്ച് പോകുന്നത് അയാളാണ് 6. അപ്പോൾ A/1 - R. നിങ്ങൾ മാത്സിൽ ഇതൊക്കെ പഠിച്ചിരിക്കാൻ തോന്നുന്നല്ലേ? നിങ്ങൾ എന്നെ പുച്ഛത്തോടെയാണ് കേട്ടിരിക്കുന്നത്. ഇതൊക്കെ അറിയാടേ, അങ്ങനെയാണോ? അങ്ങനെ കേൾക്കരുത്, നന്നായി മനസ്സിലാക്കി കേൾക്കണം. A/1 - R എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് സിമ്പിൾ ഇക്വേഷൻ ആണ്. അല്ലാതെ 2 ഇക്വേഷൻ ഉണ്ട്, 1 - R⁻n ബൈ 1 - R ഉം R⁻n-1 ഉം. സിമ്പിൾ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻഫിനിറ്റിക്കല്ലേ പോകുന്നത്. ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഇത് നോക്ക്, n ഇൻഫിനിറ്റി ആവും. R⁻∞ പറഞ്ഞെന്താ? ആറിനെ ഇൻഫിനിറ്റി ആയിട്ട് സ്ക്വയർ എടുക്കുക. അതിൻ്റെ അർത്ഥം എന്താ? R⁻∞ എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. മനസ്സിലായോ? R⁻∞ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഇൻഫിനിറ്റി വിശദീകരിച്ച് തരണ്ടേ. R⁻∞ എന്തുകൊണ്ടാണ് 0 ആയത്? R < 1 ആകുമ്പോഴേ 0 ആവുള്ളൂ കേട്ടോ. R < 1 ആകുമ്പോഴേ R⁻∞ 0 ആവുള്ളൂ. ഇൻഫിനിറ്റി റിലേറ്റീവ് ടേമാണ്. ഞാൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോയുടെ ലാസ്റ്റിൽ നമ്മളത് ചുരുളഴിക്കുന്നുണ്ട്.
6<1 ആകുമ്പോൾ ഒന്നിനേക്കാൾ ചെറുതാണ്, അത് കുറേ വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ അത് 0 ആവും. കുറേ വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ കൂടല്ലേ വേണ്ടത്? നോ, കുറേ വട്ടം മൾട്ടിപ്ലൈ ചെയ്താൽ കൂടല്ലേ വേണ്ടത്. കാരണം എന്താണെന്നറിയോ? 0.2 ഇതിൻ്റെ സ്ക്വയർ എത്ര? 0.2ൻ്റെ സ്ക്വയർ 0.04 ആണ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ചെറുതാ സ്ക്വയർ. ഒന്നിന് താഴെയുള്ള സംഖ്യകളെ പിന്നെ സ്ക്വയർ എടുത്താൽ സംഖ്യ ചെറുതായി വരും. 0.04ൻ്റെ സ്ക്വയർ എടുത്താൽ അതിലും വിറ്റായിരിക്കും. 0.0 സ്ക്വയർ എടുത്താൽ 14 4ൻ്റെ സ്ക്വയർ. പിന്നെ അവിടെ നോക്കൂ 2 സ്ഥാനമില്ലേ, അതിന് വരെ 4 സ്ഥാനം വരേണ്ടി വരും. 0.0016 ആണ് ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ കിട്ടുക. മനസ്സിലായോ? ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ ഇങ്ങനെയാണ് കിട്ടുക. 0.0016 ആണ് കിട്ടുക. കാരണം ചെറുതായി വരികയാണ്. അപ്പോൾ ചെറിയ സംഖ്യകളെ പിന്നെ സ്ക്വയർ എടുത്താൽ ചെറുതായി പിന്നെ 0 ആവും. ഇൻഫിനിറ്റി ഒക്കെ എത്തുമ്പോഴത്തേന് 0 ആവും. അതാണ് r<1 വരുന്ന സമയത്ത് ഈ n ഇൻഫിനിറ്റി ആയാൽ ഇത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾ മറക്കരുത്. ഇത് r<1 ആവുന്ന സമയത്ത് ഇതാ ഈ ഇക്വേഷൻ മറക്കരുത്. സം ഈസ് ഈക്വൽ ടു a/1 - r. മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫൈൻഡ് ദ സം ഓഫ് ദ ഫോളോയിങ് ഇൻഫൈനൈറ്റ് സീരീസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഇവിടെ ആരെ കൊണ്ടാണ് ഗുണിച്ചിട്ടുള്ളത്? ഇത് 2 ആയിരുന്നു, അത് 1 ആയി. അപ്പോൾ 1/2നെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 2 × 1/2 അല്ലേ 1. 1 × 1/2 ചെയ്താൽ അടുത്ത ആളെ കിട്ടും 1/2. 1/2 × 1/2 ചെയ്താൽ 1/4 കിട്ടും. 1/4 × 1/2 ചെയ്താൽ 1/8 കിട്ടും. അപ്പോൾ അടുത്ത ആളെന്ന് പറഞ്ഞാൽ നിങ്ങൾ 1/16 ആയിരിക്കും അടുത്ത ആളോ 1/32 ആയിരിക്കും. എല്ലാവരും 1/2 കൊണ്ട് ഗുണിച്ച് പോവുക. അപ്പോൾ ആരാ 1/2 ആ? ഇൻഫൈനൈറ്റ് സീരീസ് ആണോ? ആണ്. കണ്ടില്ലേ ഇവിടെ ഡോട്ട് ഇരിക്കുന്നത്? ഇൻഫൈനൈറ്റ് ആണ്. ഇൻഫൈനൈറ്റ് ആണെങ്കിൽ സമ്മണ ഇക്വേഷൻ എന്താ? a/1 - r. എ ആരാ? ഫസ്റ്റത്തെ ആൾ 2. ആരാ 1 - r ആരാ? 1/2. അപ്പോൾ 2/1 - 1/2. അപ്പോൾ എന്താ കിട്ടുക? 1 - 1/2 1/2 ആ. ആ 2 കറങ്ങി മേലെ വരുമ്പോൾ 2 × 2 4 ആണ് കിട്ടുക. അതായത് 1 നിന്ന് 1/2 കുറച്ച് കഴിഞ്ഞാൽ 1/2 കിട്ടും. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ 2 × 2/1 വരും. ഇത് മേലെ വരുമ്പോൾ 2 2 4 കിട്ടും. ക്ലിയർ? അടുത്തത് നോക്കൂ നിങ്ങൾ. ഇത് 3 ആണ്. അയാൾ ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്? 1/2 കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്തത്. 3നെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3/2 ഇട്ടേണ്ടത്. ഇപ്പോൾ കുട്ടികൾ ആണല്ലോ 3/2 ആണല്ലോ ഇട്ടിരിക്കുന്നത് പറയും. നോ -3/2 ഇട്ടിരിക്കുന്നത്. അതായത് 3 × -1/2 ചെയ്തിരിക്കുന്നത്. അപ്പോഴേ -3/2 കിട്ടുള്ളൂ. ആ -3/2 × -1/2 ചെയ്യുമ്പോൾ -× പ്ലസ് ആവും. പിന്നെയോ 3/4 കിട്ടും. അതാ +3/4 കറക്റ്റാണ്. അടുത്തത് ആ +3/4 × 1/2 ചെയ്യുമ്പോൾ -3/8 കിട്ടും. ഇതാ കറക്റ്റാണ്. അപ്പം -1/2 ആണ് ഇവിടുത്തെ 6. ഓ ഇവിടുത്തെ 6 -1/2 ആണ്. ഇവിടുത്തെ 6 +1/2 ആയിരുന്നു. ഇവിടുത്തെ 6 -1/2 ആണ്. അപ്പോൾ സമയം എങ്ങനെ കാണും? a/1 - r. ആരാ എ? ഫസ്റ്റത്തെ ആള് 3. 1 ആരാ? r ആരാ? -1/2. അപ്പോൾ എന്താ കിട്ടുക? 3/1 അപ്പോൾ 1 + 1/2. ആൻസർ എന്താ കിട്ടുക? 3/ ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 2 + 1 3/2 എന്ന് കിട്ടും. ഇവിടെ എന്താ ഇവിടെ 3/2 എന്ന് കിട്ടും. ഈ 3 3 വെട്ടിപ്പോയി ഈ 2 കറങ്ങി മേലെ വരും അല്ലേ? ഇതിവിടെയാണുള്ളത് 3/3/2 എന്ന് പറഞ്ഞാൽ എന്താ? 3 × 2/3 എന്നാണ്. 3 3 വെട്ടിപ്പോയിട്ട് 2 ലാസ്റ്റ് ബാക്കിയാവും. ഫ്രാക്ഷണൽ നമ്പർ ഡിനോമിനേറ്റർ വന്നാൽ എന്താ ചെയ്യേണ്ടത്? ഓക്കെ അല്ലേ? യെസ്. അതായത് ഈസിയാണ്. ഭയങ്കര സംഭവമൊന്നുമില്ല. ഞാൻ വെറുതെ കളിക്കുന്നതാണ്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് എനിക്കറിയാം. ഇതിലൊന്നും ഇല്ല മക്കളെ അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് കാണുമ്പോൾ നിങ്ങൾ ഡൗട്ടായിട്ട് ഇത് ചോദിക്കണേ. ഭയങ്കര സിമ്പിളായിരുന്നു. 2 GB നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഇത് കുറച്ച് നേരത്തെ പറയണ്ടായിരുന്നു. ഇപ്പം എനിക്ക് തോന്നാം നമ്മൾ കുറേ പവർ എടുക്കുന്നതൊക്കെ ഓൾറെഡി പഠിച്ചില്ലേ? എന്താ a⁻0 പറഞ്ഞാൽ? a⁻0 പറഞ്ഞാൽ 1 ആണ്. a⁻1 പറഞ്ഞാലോ? ഏനെ ഒരു തവണ എടുക്കുക. അപ്പോൾ അത് a⁻0 1 ആണ്. a⁻1 1 ആണ്. √a പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞാൽ √a പറഞ്ഞാൽ ഏനെ √1/2 എടുക്കുന്നതാണ്. അത് സ്ക്വയർ റൂട്ട് ആണെങ്കിലാണ് 1/2. ഏത് റൂട്ടും ആവാം. ക്യൂബ് റൂട്ട് ആവാം, 4th റൂട്ട് ആവാം, 5th റൂട്ട് ആവാം. അപ്പോൾ അതിനനുസരിച്ച് 1/2 ആവാം, 1/3 ആവാം, 1/4 ആവാം, 1/n ആവാം. nth റൂട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ a⁻1/n ആണ് അർത്ഥം. ഓർമ്മയില്ലേ? 8നെ റൂട്ട് എടുക്കുക. ക്യൂബ് റൂട്ട് എടുക്കുമ്പോഴാണ് എന്താ? 8⁻1/3 ആണ് അല്ലേ? 8⁻1/3 അങ്ങനെയാണ് കിട്ടുക. അതെ കറക്റ്റ്. അപ്പം n ഇവിടെ വരുമ്പോൾ
പവർ റേസ് ടു 1 ആ n എത്രയാണോ അതായിരിക്കും. 27ന്റെ ക്യൂബ് റൂട്ട് നോക്ക്, അത് 27 റേസ് ടു 1/3 ആണ്. 27 റേസ് ടു 1/3 ആണ്. മനസ്സിലായോ? 27 റേസ് ടു 1/3 ആണ്. ഇവിടെ കുറേ എക്സാമ്പിളുകൾ ഇതിന് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് വെരിഫൈ നോക്കണം. ഞാൻ ഓരോന്ന് ജസ്റ്റ് പറയാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നോ? 4 ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് എ റേസ് ടു -m. ഒന്നുമില്ല, -m കളയണമെങ്കിൽ താഴെ എടുക്കണം. അപ്പോൾ എന്താ വരിക? എ റേസ് ടു -m താഴെ വരുമ്പോൾ 1/a റേസ് ടു +m വരും. ആ മൈനസ് പോയി, മേലെ ഉണ്ടായപ്പോഴുള്ള മൈനസ് താഴെ വന്നപ്പോൾ പോയി. പിന്നെ ഇവിടെ നോക്ക്, a/b. ഇതിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എഴുത്തിൽ, നോക്കിക്കോ. a/b ഓൾ റേസ് ടു m എന്നാണത്. എന്താ അതിൻ്റെ അർത്ഥം? അത് a റേസ് ടു m ഉണ്ട്, b റേസ് ടു m ഉണ്ട്. വേണമെങ്കിൽ അതിനെ എനിക്ക് അങ്ങനെ എഴുതാമെന്നറിയോ? നോക്കിക്കോട്ടോ. അത് a റേസ് ടു m ബൈ b റേസ് ടു m-നെ എനിക്ക് b റേസ് ടു -m, ഒരു മിനിറ്റ്, ഡിവൈഡഡ് ബൈ a റേസ് ടു -m എന്ന് എഴുതാം. എന്താ ചെയ്തേ? ഇയാളെടുത്ത് താഴെ ഇട്ടു, അപ്പോൾ മൈനസായി. ഇയാളെടുത്ത് മേലെ ഇട്ടു, അപ്പോൾ മൈനസായി. സിമ്പിൾ. അപ്പോൾ എനിക്കതിനെ b/a ഓൾ റേസ് ടു -m എന്ന് എഴുതാം. a/b ഓൾ റേസ് ടു m-നെ b/a ഓൾ റേസ് ടു -m എന്ന് എഴുതാം. a/b ഓൾ റേസ് ടു m ആയിരുന്നു, തിരിക്കുമ്പോൾ പവറും തിരിയും. സിമ്പിൾ. പവർ മൈനസ് ആവും. അപ്പോൾ ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ നേരിട്ട് അങ്ങ് എഴുതും. അപ്പോൾ നിങ്ങൾ സമ്മതിച്ചിരണം. റെഡി അല്ലേ? a/b ഓൾ റേസ് ടു m-നെ b/a ഓൾ റേസ് ടു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്? ഓക്കെ ആണ്. ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു പോകാം. അടുത്തത് a റേസ് ടു m ഇൻറ്റു a റേസ് ടു n. അത് a റേസ് ടു m പ്ലസ് n ആണ്. a റേസ് ടു m ഇൻറ്റു a റേസ് ടു n എന്ന് പറഞ്ഞാൽ a റേസ് ടു m പ്ലസ് n ആണ്. a റേസ് ടു m ബൈ a റേസ് ടു n. അതെന്താ? a റേസ് ടു m ബൈ a റേസ് ടു n വരുമ്പോഴേ a റേസ് ടു m അവിടെ തന്നെ നിർത്തി. പിന്നെ a റേസ് ടു n മേലെ വരുമ്പോൾ -n ആവും. അപ്പോൾ എന്താ? a റേസ് ടു m - n എന്നാണ് വരിക. a റേസ് ടു m - n ആണ് വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. അതെന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് ചോദിച്ചാൽ, താഴെയാണ് n വന്നത്, മേലെ വരുമ്പോൾ മൈനസ് വരും. a റേസ് ടു m a റേസ് ടു n വരുമ്പോൾ m പ്ലസ് n ആണ്. പക്ഷേ a റേസ് ടു m a റേസ് ടു -n വന്നാൽ m -n ആ. ഇത് രണ്ടും പ്ലസ് ആകുമ്പോൾ അത് പ്ലസ്, ഇതിലൊന്ന് മൈനസ് ആയാലും ഇവിടെ മൈനസ് ആവും. ഇയാൾ താഴെ ആയതുകൊണ്ട് മേലേക്ക് വന്നപ്പോൾ മൈനസ് ആയി, അത്രയേ ഉള്ളൂ. ഇനി a റേസ് ടു m ഓൾ റേസ് ടു n എന്ന് പറഞ്ഞാൽ ഒരു പവറിന് പവർ വന്നാൽ പവറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. m ഇൻറ്റു n. ഇതൊക്കെ നമ്മൾ ചില സ്ഥലങ്ങളിൽ നേരത്തെ അപ്ലൈ ചെയ്തതാണ്. നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 8 റേസ് ടു 2/3 കാണണമെന്ന് വിചാരിക്കാം. അങ്ങനെ കാണാനല്ല, പിന്നെ മനസ്സിലാൻ വേണ്ടി പറയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? തിരിച്ച് 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബാണ്. 2 ക്യൂബ് ഹോൾ റേസ് ടു 2/3. അപ്പോൾ എനിക്ക് 2 നോക്കണേ, 2 ക്യൂബ് ഇൻറ്റു, അല്ലേ, ഇവിടെ ക്യൂബ് ഉണ്ട്, 2 ക്യൂബാണ്. പിന്നെ 2/3 ഉണ്ട്, 2/3. അപ്പോൾ എന്താ കിട്ടുക? 3യും 3യും വെട്ടിപ്പോവും. ഞാൻ എന്താ ചെയ്തത്? പവറുകൾ മൾട്ടിപ്ലൈ ചെയ്തു. ഇതാണ് പവർ, ഇതാണ് ഇവിടുത്തെ പവർ. അപ്പോൾ 3യും 2/3 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 വെട്ടിപ്പോയി. 3 ഇൻറ്റു 2/3 ആ. 3യും 3യും വെട്ടിപ്പോയി. അപ്പോൾ ആരെ ബാക്കി? 2. അപ്പോൾ 2² 4 ആണ് ആൻസർ. കാണുന്നില്ലല്ലേ? ഓക്കെ മാറട്ടെ ഞാൻ. ഓ, അവിടെ എഴുതിയതേ തീരെ കാണുന്നില്ലല്ലേ? ഒന്ന് വെയിറ്റ് ചെയ്യണേ. യെസ്, അയ്യോ, നോക്കൂ. ഇപ്പോൾ കാണുന്നില്ലേ? ഇപ്പോൾ എല്ലാം കാണുന്നില്ലേ? യെസ്, റെഡി അല്ലേ? m റേസ് ടു n is equal to a, അല്ലേ? കറക്റ്റാണ്. യെസ്. അപ്പോൾ ഇവിടെ ഞാൻ ചെയ്ത പരിപാടി എന്താ? 8നെ 2 ക്യൂബ് എന്ന് എഴുതി. അപ്പോൾ അതിൻ്റെ ഈ ക്യൂബും 2 ഈ 3യും വെട്ടി പോകുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അത് പവറിന് പവർ വന്നാൽ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഇതാണ് എൻ്റെ ഐഡിയ. ഡൗട്ട് ഇല്ലാന്ന് വിചാരിക്കുന്നത്. ഇതത് നോക്കാം. 2 റൈസ് ടു x എന്ന് പറഞ്ഞാൽ 32 ആണ്. ഫൈൻഡ് x എന്നാണ്. ഓ, ഇതിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗം വരാൻ പോകുന്നുണ്ട്. ലോഗരിതം അങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കൂ. ലോഗും കൂടി പറഞ്ഞാൽ, ലോഗ് നന്നായി പഠിക്കുക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കണ്ട് മുഷിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ ചെയ്തുതരാം, ഇത് ചെയ്തിട്ട് പോയിക്കോട്ടോ. എന്നിട്ട് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലോഗരിതം പഠിക്കാം. ലോഗരിതം
എല്ലാ ചാപ്റ്ററുകളിലേക്കും കെമിസ്ട്രിയിലേക്കും എല്ലാത്തിലേക്കും വേണ്ടതാണ്. ഞാൻ അതിൻ്റെ ബേസ് മുതൽ പറഞ്ഞുതരാം. 2x എന്ന് പറഞ്ഞാൽ 32 ആണ്. ആണോ? അപ്പോൾ 2x എക്സ് എത്രയാണ് ചോദ്യം. 32 പറഞ്ഞാൽ 2/5 2 × 2 × 2 × 2 × 2 അല്ലേ? 2 × 2 4 4 × 2 8 8 × 2 16 × 2 ചെയ്യുമ്പോഴാണ് 32 കിട്ടുക. അപ്പോൾ നോക്ക്, ഇവിടെ എക്സ്, ഇവിടെ 5, x = 5. അയ്യേ, ഈ എന്ത് സിമ്പിളാണ്. സോൾവ് ദ എക്സ് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ചെയ്തേക്കാം. x⁻³ 8 ആണ്. അപ്പോൾ x⁻³ 8 പറഞ്ഞാൽ 2³ ആണ്. മനസ്സിലായോ? 2³ ആണ്. ഇനി ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. രണ്ട് സ്ഥലത്തും ഞാൻ ഒരു മിനിറ്റ് x⁻³ എന്ന് പറയുന്നത് 8 ആണ്. അങ്ങനെ വേണ്ട, ഒരു മിനിറ്റ്. x⁻³ 8 ആണെങ്കിൽ ഞാൻ ഇവിടെ രണ്ട് സ്ഥലത്തും ഇക്വേഷൻ്റെ രണ്ട് ഭാഗത്തും ഞാൻ ചെയ്യുന്നത് നോക്കിക്കോട്ടോ. x⁻³ കളയാൻ വേണ്ടിയിട്ട് ഞാൻ (2/3) എടുത്തു. എങ്ങനെ കളയുക? അപ്പോൾ പവറുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വെട്ടിപ്പോവും. അപ്പോൾ അപ്പുറത്തും എനിക്ക് എന്തെടുക്കണം? അപ്പുറത്തും എനിക്ക് 8⁻² എടുക്കണം. ഒരു സ്ഥലത്ത് മാത്രം 2/3 പവർ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പുറത്തും എടുക്കണം. അങ്ങനെ ഞാൻ അപ്പുറത്തും എടുത്തു. അപ്പോൾ x⁻³ × 2/3 3 2 വെട്ടിപ്പോയി = 8⁻² കിട്ടും. അപ്പോൾ എന്താ കിട്ടുക? 8⁻² പറഞ്ഞാൽ എന്താ? 8 പറഞ്ഞാൽ 2³ 8 എന്ന് പറഞ്ഞാൽ 2³ 2³ (2/3). അപ്പോൾ പവർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2⁻³ × 2/3 വരും. 3 വെട്ടിപ്പോവും. 2⁻² 4 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ 4. ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. 4x⁻² 6 ആണ്. പണിയുണ്ട്. 4x⁻² എന്നുള്ളതിനെ ഞാൻ ഓൾ സ്ക്വയർ എടുക്കുകയാണ്. ഞാൻ ഓൾ സ്ക്വയർ എന്തിനായിരിക്കും? അങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണമുണ്ട്. അപ്പുറത്ത് 6നും അപ്പോൾ സ്ക്വയർ എടുക്കണം. 4ൻ്റെ സ്ക്വയർ 16. x⁻² സ്ക്വയർ എന്താ? x⁻² × 2 വരും. പവറിന് പവർ വന്നാൽ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 വെട്ടിപ്പോവും. അപ്പോൾ 16x = 36 എന്ന് കിട്ടും അല്ലേ? 6ൻ്റെ സ്ക്വയർ 6 36 അല്ലേ? കറക്റ്റ് ആണല്ലോ. x = എന്താ അപ്പോൾ കിട്ടുന്നത്? x = 36/16 എന്നാണ് കിട്ടുന്നത്. എന്തോ തെറ്റിപ്പോയെന്നൊരു ഡൗട്ട്. ഇല്ല, നമുക്ക് 16ൽ 8 പോവും, 36ൽ 8 പോവില്ല അല്ലേ? ആരെ കൊണ്ട് വെട്ടു? ഇപ്പോൾ 2 കൊണ്ട് വെട്ടിക്കോ. 18, ഇവിടെ 16ൻ്റെ പകുതി 8 അല്ലേ? അപ്പോൾ 9 4 9/4 ആണ് അതിൻ്റെ ആൻസർ വരിക. 9/4 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇനി ഒന്നുകൂടി ഉണ്ട് നമുക്ക്. ദിസ് വൺ 3⁻6 - x = 27. കുറച്ച് കുറയാണേ. 3⁻6 - x = 27. നമുക്കിപ്പം എവിടെ ചെയ്യാതെ നമുക്കൊരു പേജ് എടുത്ത് ചെയ്യാം. 3⁻6 - x = 27. 3⁻6 - x = ആരാ? 27. 27 എന്ന് പറഞ്ഞാൽ 3³ ആണ്. 3 × 3 9 9 × 3 27. അപ്പോൾ 3ൻ്റെ ഇതാ ഇയാളും അപ്പോൾ ഈക്വലാ. രണ്ടും 3ൻ്റെ ക്യൂബ് അല്ലേ? 3³ ഇതിന് ഈക്വൽ ആവണമെങ്കിൽ ആ പവറുകൾ ഈക്വൽ ആവണം. 3³ ഈ 3⁻6 - x ഈക്വൽ ആവണമെങ്കിൽ 6 - x = 3 ആവണം. അപ്പോൾ -x അപ്പുറത്ത് പോകുമ്പോൾ +x ആവും അല്ലേ? -x അപ്പുറത്ത് പോകുമ്പോൾ +x ആവും. 3 ഇപ്പുറത്ത് വരുമ്പോൾ 6 - 3 ആൻസർ 3. x = 3 എന്നാണ് വരിക. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞില്ല ഇത്. ലോഗരിതത്തിന് മുമ്പ് 2 എക്സാമ്പിൾ ക്വസ്റ്റ്യനും കൂടി നന്നായി ഞാൻ വർക്കൗട്ട് ചെയ്തത് നോക്കി പഠിച്ചോണേ. ബേസിക്സ് അത് മനസ്സിലാവാത്ത ആളുകൾ അല്ലെങ്കിൽ മുമ്പേ ഒക്കെ ഇത് ഇങ്ങനെ റെഡി ആയിട്ടില്ല, ഞാൻ ഇനി ഒന്ന് അമർന്ന് പഠിക്കാൻ പോകുന്നതാണ് സാർ, എവിടെയെങ്കിലും നല്ല കോളേജ് കിട്ടണം, ആ രൂപത്തിൽ ഇപ്പം അടിപൊളിയായിട്ട് വന്ന ബേസ് തൊട്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് പോലും ഇത് മുഴുവനായിട്ട് കണ്ടാൽ ബേസിക് കാൽക്കുലേഷൻ ഒക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ശ്രദ്ധിക്കണം മക്കളെ. 3/5 all raised x - 2. പിന്നെ വേറെ പ്രശ്നമുണ്ട് കേട്ടോ. ഇത് കേട്ടു എന്ന് വിചാരിച്ച് ഇത് വേഗം അപ്ലൈ ചെയ്യാൻ കഴിയില്ലേ? അപ്പോൾ അയ്യോ ഞാൻ ക്ലാസ്സൊക്കെ ഇത്ര ഇരുന്ന് കേട്ടിട്ടും എന്താ അങ്ങനെ നിരാശപ്പെടരുതേ. അത് പിന്നെ സൈക്കിളൊക്കെ ചവിട്ടാൻ പഠിക്കുന്ന പോലെയാണ്. ആദ്യം തന്നെ ഒരാൾ ചവിട്ടണമൊക്കെ ഇങ്ങനെ കണ്ടു നിന്നിട്ട് നേരെ പോയി ചവിട്ടാൻ തുടങ്ങിയാൽ അവിടെ തലകുത്തി മറിഞ്ഞ് വീഴും. നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളത് കാല് വിടാതെ ഒന്ന് കൊണ്ടുപോയി വെക്കും, പിന്നെ ഒന്ന് ബാലൻസ് ഇല്ലേ. അപ്പോൾ ഒരു ടൈം എടുക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിരാശരാകരുത്. നെവർ ഗിവ് അപ്പ് ഏർലി, അങ്ങനെ ഒരു കോട്ടുണ്ട്.
കോട്ട് ബൈ ബഹീജ് ബിൻ അബ്ദുള്ള, ഞാൻ തന്നെ പറഞ്ഞതാണ്. നോക്കൂ, 3/5 ഓൾ റൈസ് ടു എക്സ് മൈനസ് 2 ഈക്വൽ ടു 5/3 ഓൾ റൈസ് ടു എക്സ് മൈനസ് 4. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് 2ഉം എക്സ് മൈനസ് 4ഉം ഈക്വൽ ആണെന്ന് പറഞ്ഞൂടെ? പറ്റൂല, കാരണം ഇത് 3/5 അത് 5/3 അവിടെ ഒരു പരിപാടിയുണ്ട്. എന്താണ്? 3/5നെ എനിക്ക് എങ്ങനെ എഴുതാം? 5/3 എന്ന് വേണമെങ്കിൽ എഴുതാ. പക്ഷേ അപ്പൊ പവർ ഒന്ന് മൈനസ് ആക്കേണ്ടി വരും. മൈനസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് എഴുതേണ്ടി വരും. ഓർമ്മയില്ലേ നേരത്തെ? ഇത് തിരിക്കുമ്പോൾ പവർ തിരിക്കണം എന്ന് പറഞ്ഞത്? a/b ഓൾ റൈസ് ടു m b/a ഓൾ റൈസ് ടു മൈനസ് m എന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ? a/b ഓൾ റൈസ് ടു m b/a ഓൾ റൈസ് ടു മൈനസ് m ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഓക്കെ ആണ്. 5/3 ഓൾ റൈസ് ടു എക്സ് മൈനസ് 4. ഇപ്പൊ രണ്ടും 5/3 അപ്പൊ മൈനസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് എക്സ് മൈനസ് 4 ആണെന്ന് കിട്ടി. അപ്പൊ മൈനസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്നത് എക്സ് മൈനസ് 4 ആണെന്ന് കിട്ടി. അപ്പോ മൈനസ് എക്സ് അപ്പുറത്ത് വരുമ്പോൾ 2x വരും, മൈനസ് 4 അപ്പുറത്ത് വരുമ്പോൾ 6 വരും. എക്സ് ഇസ് ഈക്വൽ ടു 6/2 ദാറ്റ് ഈസ് 3. എന്ത് എളുപ്പല്ലേ? മാത്സ് ഇത്ര സിമ്പിൾ ആയിരുന്നോ? നോക്കൂ, അടുത്തത് 2a/b ഓൾ റൈസ് ടു എക്സ് മൈനസ് 1 b/2a ക്യൂബ്. സെയിം പരിപാടി. 2a/b ഓൾ റൈസ് ടു എക്സ് മൈനസ് 1 അങ്ങനെ തന്നെ നിന്നോട്ടെ. അപ്പുറത്തെ b/2a തിരിക്കണം, 2a/b ആക്കണം. അപ്പോൾ ഓൾ റൈസ് എന്ത് വരും? -3 വരും. 2a/b ഓൾ റൈസ് -3 വരും. തിരിച്ചില്ലേ? അപ്പൊ ഇനി എനിക്ക് മുകളിലുള്ള എക്സ് മൈനസ് 1നെ 3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. നോ -3 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം. എക്സ് മൈനസ് 1ഉം -3യും സെയിം ആണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? എക്സ് ഇസ് ഈക്വൽ ടു -3 + 1 കിട്ടും. -3 + 1 എത്രയാ? -3 + 1 -2. അപ്പൊ എക്സ് -2 ആണെന്ന് കിട്ടും. ഫൈൻഡ് എക്സ് ആയിരുന്നു ചോദ്യം. റെഡി അല്ലേ? അപ്പൊ എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് പിന്നെ മുഖമൊക്കെ കഴുകി വരൂ. നമുക്ക് ലോഗും കൂടി പഠിച്ച് നിർത്താം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പഠിച്ചു നോക്കാം. അത് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ അതാണെന്ന് മുഖമൊക്കെ കഴുകി വരാൻ പറഞ്ഞത്. എല്ലാവരും സെറ്റല്ലേ? ലോഗ് എന്താന്ന് ചോദിച്ചാൽ ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയണം. ലോഗ് ബേസ് എ. പാനൽ ചാർജ് കഴിഞ്ഞല്ലോ, വർത്തമാനം പറഞ്ഞാലോ കുറച്ച് നേരം. ചാർജ് ആവണവരെ അത് കട്ട് ചെയ്യണോ? എന്താ അറിയോ, ഇപ്പം നമ്മൾ ഫിനിഷിംഗ് സ്കൂളിൻ്റെ ഫസ്റ്റ് വീഡിയോ അല്ലേ ഇത്. ഈ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഇത്രയും സമയം വരെ കണ്ടില്ലേ? ഇത്രയും സമയം വരെ കണ്ടവർ ഭയങ്കര അടിപൊളിയാട്ടോ. കാരണം എന്താ? കാരണം ആ ക്ഷമ വേണമെന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇങ്ങനെ ഹാപ്പിനെസ് കിട്ടിക്കൊണ്ടിരുന്ന് 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് ക്ലാസ് കേൾക്കാനുള്ളൊരു മോട്ടിവേഷനൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പതുക്കെ തിരിച്ചു പിടിക്കുകയാണ് നമ്മളിതിലൂടെ. ഇനി 30 ദിവസം നമ്മൾ വിശ്രമില്ലാതെ പഠിച്ച് നല്ല അടിപൊളി കോളേജുകളിൽ ഈ വർഷം തന്നെ കിട്ടാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് നമ്മൾ, അല്ലേ? അപ്പോൾ മോട്ടിവേഷൻ കഴിഞ്ഞ് ചാർജായി. നോക്കൂ, ലോഗരിതം. എന്താ ലോഗരിതം പറഞ്ഞാൽ? ഒരു സംഖ്യൻ്റെ ലോഗ് കാണുന്നത് എങ്ങനെയാണ്? ഇതൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. നന്നായി ശ്രദ്ധിച്ചിരുന്നേ. ലോഗ് ഇങ്ങനെയാണ് എഴുതുക, അല്ലേ? ബേസ് എ എക്സ്, ലോഗ് ബേസ് എ എക്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ ലോഗ് ബേസ് എ എക്സ് ലോഗ് എക്സ് അത് ബിക്ക് ഈക്വൽ ആണെങ്കിൽ എ റൈസ് ടു ബി എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. ഇത് അതിൻ്റെ ഡെഫിനിഷൻ. എ റൈസ് ടു ബി എന്ന് പറയുന്നത് എന്താണ്? എ റൈസ് ടു ബി എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും. കൊള്ളാലോ? ഇത് പെട്ടെന്ന് മനസ്സിലാവില്ല. ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നോക്കിക്കോ. ലോഗ് ബേസ് ടു 8 എന്താണ്? ഒന്നും നോക്കാനില്ല, 3 ആയിരിക്കും ആൻസർ. എങ്ങനെ മനസ്സിലായി? അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. എനിക്കറിയില്ലല്ലോ ആൻസർ. അപ്പോൾ അറിയില്ലെങ്കിൽ ഞാൻ എക്സ് കൊടുക്കുക. അപ്പോൾ എനിക്കറിയാം ഇതാണ് ഇവിടുത്തെ ബേസ്, അതാണ് നമ്മളെ എ. ആ എൻ്റെ പിന്നെ റേസ് ടു എക്സ്, എ റേസ് ടു എക്സ്, അതായത് 2 റേസ് ടു എക്സ് ആണ് 8 വരേണ്ടത്. മനസ്സിലായോ? 2 റേസ് ടു എക്സ് ഈ ബേസിൻ്റെ എത്രാമത്തെ പവർ കൊടുത്താലാണ് 8 വരിക, അതായിരിക്കും ആൻസർ വരിക. മനസ്സിലായോ? 2 റേസ് ടു എക്സ് അതാണ് ആൻസർ വരിക. 2 റേസ് ടു എക്സ് ആണ് 8. ഏതാ 2 റേസ് ടു എക്സ് 8 എങ്ങനെ വരിക? അപ്പോൾ എക്സ് 3 ആവണ്ടേ? 2 ക്യൂബ് അല്ലേ 8? മനസ്സിലായോ? ഇനി വേറെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. നോക്കിക്കോ. വേറൊരു ഉദാഹരണം നോക്കാം. നമുക്ക് 10 വെച്ച് പിടിക്കാം. ലോഗ് ബേസ് 10 100 എന്താ ആൻസർ വരിക? ഒന്നും നോക്കാനില്ല, ആൻസർ 2 ആയിരിക്കും. എങ്ങനെ പെട്ടെന്ന് മനസ്സിലായി സാറിന്? എടാ 10 സ്ക്വയർ അല്ലേ 100?
അതെ. അപ്പോൾ ഈ പവറാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇനി നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പറയുകയാണെങ്കിൽ നമുക്കറിയില്ല, എക്സ് ആണിത്. അപ്പോൾ 10 ആ എക്സ് 100 വരണം. ആർക്കാ? 10ൻ്റെ എത്രാമത്തെ പവറാണ് 100? 10 ആണ് 100. അപ്പോൾ നമ്മൾ എക്സ് 2 ആണ്. മനസ്സിലായോ? എന്താ എളുപ്പം അല്ലേ? കുഴപ്പമില്ല, ഇത്രേ ഉള്ളൂ. എന്നാൽ നമുക്ക് ലോഗ് ബേസ് 2 1.414 കാണാൻ പറഞ്ഞ്. ലോഗ് ബേസ് 2 1.414. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയൽ കുറച്ച് പാടാണ്. എക്സ് തന്നെ കൊടുക്കുക. എന്താ സംഭവം? നമുക്കറിയാം ലോഗ് ബേസ് 2 √2 ആണ് ചോദ്യം. √2 = എക്സ്. എന്താ സംഭവം? 2x √2 കിട്ടണം. ഇങ്ങനെ 2x √2 കിട്ടുക. √2 എന്ന് പറഞ്ഞാൽ എന്താ? √2 എന്ന് പറഞ്ഞാൽ 2 1/2 ആണ്. അപ്പോൾ എക്സ് 1/2 ആണ്. ഓ, അപ്പോൾ എക്സ് 1/2 ആണ്. അപ്പോൾ നമ്മൾ ആൻസർ ആരാ? 1/2. മനസ്സിലായോ? 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 രസമുള്ള കുറേ കാര്യങ്ങളല്ലേ? ഞാൻ വളരെ പതുക്കെയല്ലേ പറയണത്? ഇവിടെയൊക്കെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടല്ലേ? ഓ, ഇവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. ആ എക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ എക്സ് കിട്ടിയിട്ടുണ്ട്. എക്സ് 3 ആണ്. ഈ എക്സ് 2 ആണ്. ഇതാ 1/2 ആണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ലോഗരിതം എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ലോഗിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഈ ബേസിൻ്റെ എത്രാമത്തെ പവറാണ് ഇയാൾ എന്നതാണ് ലോഗ് കാണിച്ചു തരുന്നത്. മനസ്സിലായോ? ലോഗ് ബേസ് 2 8 എന്ന് പറഞ്ഞാൽ 2ൻ്റെ എത്രാമത്തെ പവറാണ് 8? മൂന്നാമത്തെ പവർ. ബേസിൻ്റെ എത്രാമത്തെ പവറാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞ സാധനം? 2ൻ്റെ മൂന്നാമത്തെ പവറാണ് 8. 10ൻ്റെ രണ്ടാമത്തെ പവറാണ് 100. 2ൻ്റെ ഹാഫ് പവറാണ് √2. അതാണ് ഹാഫാണ് ആൻസർ. മനസ്സിലായോ? ലോഗരിതം മനസ്സിലായോ? തുടങ്ങാം നമുക്ക്. ലോഗ് ബേസ് 2 x = -4 ഫൈൻഡ് എക്സ് എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. സിമ്പിളാണ്. നിങ്ങൾ പറ. മൈനസ് കടന്നോട്ടെ. നിങ്ങൾ പറ. ലോഗ് ഇവിടെ നോക്ക്. ഇവിടെ ഇതാണ് തരാത്തത്. ഇതറിയാം. അപ്പം നിങ്ങൾക്ക് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞൂടെ? എന്ത്? നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പോട്ടെ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ പോകണേ. ലോഗ് ബേസ് 2x -4 ആണെങ്കിൽ 2 -4 ആയിരിക്കും. 2 -4 ആയിരിക്കും നമ്മൾ എക്സ്. ഇതിൻ്റെ എത്രാമത്തെ പവറാണ് ഇയാൾ എന്നാണ് ഇത് കാണിച്ചു തരുന്നത്. അപ്പോൾ 2 -4 ആയിരിക്കും എക്സ്. മനസ്സിലായോ? അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞത് മുഴുവനും ഇത് തന്നിട്ട് ഇതുള്ളതാണ്. ഓക്കെ, ഒരു ഉദാഹരണം ഇവിടെ തന്നെ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കേ. ഈ 8 തന്നില്ല വിചാരിക്കുക. ലോഗ് ബേസ് 2 x = 3 ആണ് തന്ന്. അപ്പോൾ 2³ അല്ലേ ആൻസർ? 8. ഇത് തന്നില്ല വിചാരിക്കുക. ഇത് എക്സ് തന്ന്. ഇത് 3 തന്ന്. അപ്പോൾ 2³ അല്ലേ എക്സ്? എക്സ് 8. അപ്പോൾ അതേപോലെ 2 -4 ദാ ഈ 2 -4 ആയിരിക്കും ഇവിടെ കിട്ടുക. ലോഗ് ഉൾക്കൊള്ളണേ. ഇനി ഇങ്ങോട്ട് നമ്മൾ എൻട്രൻസിൻ്റെ വേൾഡിലാണ്. ബോർഡ് എക്സാം ഒന്ന് വിട്ട് അല്ലേ? കുറച്ച് പരിപാടി ഉണ്ടേ. നമുക്കൊന്ന് പൊളിക്കണേ. അപ്പോൾ നമുക്ക് a⁻⁻⁴ x ആണ്. ഞാൻ ചോദിക്കട്ടെ. 2 -4 x ആണ്. അപ്പോൾ x ആരാ? 2 -4 എന്ന് പറഞ്ഞാൽ 1/2 എന്ന് പറഞ്ഞാൽ 1/16. 2 16 ആണ്. ഇനി ബി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയാ. ശരിക്കും നോക്കണേ. ലോഗ് ബേസ് 10 0.001. ഓ, ലോഗ് ബേസ് 10 ആരെ 0.001? അത് 10⁻³ ആണ്. 1 2 3 അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ 10⁻³ കൊടുക്കണം. 10⁻³ ആണ്. അപ്പോൾ എന്താ ആൻസർ? ഇതിൻ്റെ ആൻസർ ഒന്നും നോക്കാനില്ല, -3 ആയിരിക്കും അല്ലേ? അതെങ്ങനെ? ബേസ് 10 ആണ്. ബേസ് 10 ആണെങ്കിൽ 10ൻ്റെ എത്രാമത്തെ പവറാണ് 10⁻³ എന്നാണ്? -3ാമത്തെ പവർ. മനസ്സിലായോ? അപ്പോൾ ഇവിടെ 10⁻³ വന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല. ഇതിവിടെ വന്ന് ഇവിടെ അതേ സാധനം വന്നാൽ ഈ പവർ തന്നെ ആൻസർ ആയിട്ട് വരും. കാരണം 10⁻³ ഇവിടെ വരണം. അപ്പോൾ അതാ അവിടെ -3 10⁻³ കത്തിയാ. അപ്പം എന്തായിരിക്കും? ലോഗ് 10⁻⁻5 എന്തായിരിക്കും? ആൻസർ -5 ആയിരിക്കും. അത് വേഗമുണ്ട്. അതായത് ഇതിൻ്റെ -5ാമത്തെ പവറാണ് ഇത്. കുറേ നേരമായി അല്ലേ? മനസ്സിലായില്ലേ? സെറ്റല്ലേ? ശരി, അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ തീർത്ത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. എന്താ? ലോഗ് 0.00110. ഓ, ബേസ് അലമ്പാക്കി. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കുക തന്നെ ചെയ്യാം. ലോഗ്
ആരെ 0.001 എന്ന് പറഞ്ഞാൽ 10⁻². 1 2 സാധനം അങ്ങോട്ട് മാറ്റണം. അപ്പോൾ 10⁻². 10 = x. എന്താ ഇപ്പം ഇതിന് മനസ്സിലാവുക? 10⁻² എന്ന ബേസിൻ്റെ എക്സാമത്തെ പവറാണ് 10 അല്ലേ? ഇതിൻ്റെ പവർ ഇതെടുക്കുമ്പോൾ ഇത് കിട്ടണം. റെഡി അല്ലേ? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 10⁻²x = 10 കിട്ടും. 10⁻²x = 10 കിട്ടും. കിട്ടിയോ? ഓക്കെ. അപ്പോൾ ഇവിടെ 10ന്റെ പവർ 1 ആണ്, 10ന്റെ പവർ -2x ആണ്. അപ്പോൾ എന്താ കിട്ടുക? -2x = 1 കിട്ടും, x = 1/2 എന്ന് കിട്ടും. x = -1/2 എന്ന് കിട്ടും. -2x = 1 കിട്ടും, x = -1/2 എന്ന് കിട്ടും. ഈസി, ഒന്നും നോക്കാനില്ല, ഭയങ്കര ഡയറക്റ്റാ. വേറെ നിലക്ക് ആലോചിച്ചാലും അത് കിട്ടും, പക്ഷെ അങ്ങനെ പോണ്ട. ഇത് റെഡിയാണ്, കറക്റ്റ് പ്രോപ്പർ അതിൻ്റെ ഐഡിയയിൽ നമ്മളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി 2 തരം ലോഗ് ഉണ്ട്. അത് പിന്നെ ബേസ് മാറുന്നതനുസരിച്ച് ലോഗിൻ്റെ പേര് മാറും. നമുക്ക് പഠിക്കാനുള്ള 2 എണ്ണമാണ്. നമ്മളിങ്ങനെ എഴുതാറില്ലേ? നിങ്ങൾ കെമിസ്ട്രിയിൽ അതുപോലെ ഫിസിക്സിലൊക്കെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഞാനൊന്ന് പറഞ്ഞുതരാം. ലോഗ് ബേസ് 10 ലോഗുകളുണ്ട്. അതുപോലെ ലോഗ് ബേസ് 10x ഇങ്ങനെ പറയും. അല്ലെങ്കിൽ നമ്മൾ പറയും ലോഗ് ബേസ് EX എന്ന് പറയും. ഓക്കെ അല്ലേ? ഈ ലോഗ് ബേസ് EXനെയാണ് നമ്മൾ നാച്ചുറൽ ലോഗ് എന്ന് പറയുന്നത്. എന്തുവാ? നാച്ചുറൽ ലോഗ്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സംഖ്യ കേട്ടോ. 2.739 നമ്പർ, പേര്, എൻ്റെ വാല്യൂ. ഓക്കെ. അപ്പോൾ ലോഗ് EXനെ നമുക്ക് lnx നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ 2 ടൈപ്പ് ലോഗ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ലോഗ് ബേസ് 10x സിംപ്ലി ലോഗ് x, മറ്റേത് lnx എന്ന് പറയുന്ന ലോഗ് ഏതാ? അത് ലോഗ് ബേസ് EX ആണ്. നിങ്ങളൊരു കാര്യം ഇവിടെ കാണാൻ പഠിച്ചോണം. ലോഗ് x എന്ന് പറഞ്ഞാൽ 2.303 ഇൻറ്റു ലോഗ് ബേസ് 10x ആണ്. അതായത് ബേസ് 10 ആയ എക്സിൻ്റെ ലോഗ് എടുത്തിട്ട് അതിനെ 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ lnx കിട്ടുമെന്ന് അർത്ഥം. അത് ഡയറക്റ്റ് ഇത് കിട്ടലില്ല. ഈ സാധനമാണ് നമ്മൾ ഫുള്ള് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് 2.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് കിട്ടുക. ഇതെങ്ങനെ വന്നതെന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എന്നെ കേട്ടാൽ മതി. പക്ഷേ നിർബന്ധമില്ല, ഇവിടുന്ന് ഇത് പഠിച്ച് പോയാൽ മതി. ആ ഭാഗം മനസ്സിലാവാൻ നല്ല സാധ്യത കുറവാണ്. അറിയുന്നവരുണ്ടാവും, പക്ഷേ ആ ഭാഗം നല്ല ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ മനസ്സിലാവൂ. അതത്ര ഇമ്പോർട്ടൻറ്റും അല്ല, അങ്ങനെ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഈ ഒരു കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളോട് ഒന്നുകൂടി പറയുന്നുണ്ട്. ലോഗ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ, lnx കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 2.303 ഇൻറ്റു ലോഗ് ബേസ് 10x, അത്രയേ ഉള്ളൂ. റെഡി അല്ലേ? കുറച്ച് ലോഗ് ഐഡൻറ്റിറ്റീസ് നോക്കാം. നമുക്ക് ലോഗ് ഐഡൻറ്റിറ്റീസ് നോക്കാം. അതിൽ ലോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് പരിപാടികൾ നോക്കാം. ഓക്കെ അല്ലേ? എന്താ ലോഗ് എ ഇൻറ്റു ലോഗ് ബി അല്ലേ? ലോഗ് എ ഇൻറ്റു ലോഗ് ബി എന്താ വരിക? ലോഗ് a/b എന്നാണ് വരിക. ലോഗ് a/b എല്ലാവർക്കും അറിയാം ഇല്ല? ഇപ്പോൾ പഠിക്കുക. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്താ? ലോഗ് എ പ്ലസ് ലോഗ് ബി അത് ലോഗ് എ ഇൻറ്റു ബി ആണ്. ലോഗ് എ ഇൻറ്റു ബി ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി. പിന്നെന്തായിരുന്നു? ലോഗ് a⁻b എന്ന് പറഞ്ഞാൽ ബി ലോഗ് എ ആണ്. ബി ലോഗ് എ എന്ന് പറഞ്ഞാൽ പവർ ഇൻറ്റു ലോഗ് എ ചെയ്താൽ മതി. പവർ ഇൻറ്റു ലോഗ് എ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ ഐഡൻറ്റിറ്റീസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേ. ഇതിൽ കുറച്ചും കൂടി കട്ടികൂടി ഐഡൻറ്റിറ്റീസ് ഉണ്ട്, ഞാൻ പറയാം. ബേസ് മാറ്റുന്നത്, ലോഗിൻ്റെ ബേസ് എങ്ങനെയാണ് മാറ്റുന്നത് നമുക്ക് ലാസ്റ്റിക്ക് പറയാം. ഇത് മാത്രം മതി ശരിക്കും നമുക്ക്. ഞാൻ പിന്നെ ലോഗ് പറഞ്ഞതുകൊണ്ട് അതും കൂടി ജസ്റ്റ് പറയുന്നതേ ഉണ്ടാവുള്ളൂ. ഇത് കൃത്യം ഇത് മാത്രം പഠിച്ചാൽ മതി. ലോഗ് എ ഇൻറ്റു ലോഗ് ബി, ലോഗ് a/b, ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ഇൻറ്റു ബി, ലോഗ് a⁻b പറഞ്ഞാൽ ബി ലോഗ് എ. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് ഓഫ് ദി ലോഗ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് കാണാൻ പഠിക്കുന്നത് നന്നായിരിക്കും. ഉദാഹരണം ഞാൻ പറയാം. ലോഗ് ഒരു 10 വാല്യൂ കാണാൻ പഠിച്ചോ. ലോഗ് 2 പഠിക്കാം. ലോഗ് 1 ആദ്യം പഠിക്കുക. ലോഗ് 1 പറഞ്ഞാൽ എന്താ? 0 ആണ്. അതെങ്ങനെ കിട്ടി? ഈ ലോഗ് ഏത് ലോഗാ? ബേസ് 10 ലോഗാണ് നമ്മൾ പറയുന്നത് മുഴുവനും കേട്ടോ. ഇനി ഞാൻ ബേസ് 10 എഴുതൂല, വെറുതെ ലോഗ് എന്ന് എഴുതിയുള്ളൂ. ഓക്കെ. എങ്ങനെയാ ലോഗ് ബേസ് 10 1 0 ആയത്? ലോഗ് ബേസ് 10 1 0 ആയത് എങ്ങനെയാ? എല്ലാവരും ആലോചിച്ച് നോക്കൂ. 10ന്റെ എത്രാമത്തെ പവർ ആണ് 1? 0ാമത്തെ പവർ. 10⁻0 അല്ലേ 1? അപ്പോൾ 10ന്റെ 0ാമത്തെ പവറാണ് 1. മനസ്സിലായോ? ഭയങ്കര സിമ്പിളാ. ഇതാണ് പ്രശ്നം. ലോഗ് ബേസ് 10 2
ലോഗ് ബേസ് 10 2 പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എന്താ 10ന്റെ എത്രാമത്തെ പവറാണ് 2 എന്ന്? അയ്യോ 100 ആണെങ്കിൽ ഓക്കെ രണ്ടാമത്തെ പവറാ, 1000 ആണെങ്കിൽ മൂന്നാമത്തെ പവറാ, 10,000 ആണെങ്കിൽ നാലാമത്തെ പവറാ. ലോഗിൻ്റെ 10ന്റെ എത്രാമത്തെ പവറാ 2? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പണിയാ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ 0.3. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത്? 10 പവർ എക്സ് ആണ് 2, അങ്ങനെയൊക്കെ എടുത്ത് എക്സ് കാൽക്കുലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ വാല്യൂ കാണാൻ പഠിക്കുക. ലോഗ് ബേസ് 10 2.3 ആണ്. ലോഗ് ബേസ് 10 4 അപ്പം എന്തായിരിക്കും? 4 എന്ന് പറഞ്ഞാൽ എന്താ? 4 എന്ന് പറഞ്ഞാൽ 2 × 2 ആണ്. 2 × 2 പറഞ്ഞാൽ ലോഗ് എ × ബി. അപ്പോൾ ലോഗ് എ പ്ലസ് ലോഗ് ബി. അപ്പോൾ ലോഗ് 2 പ്ലസ് ലോഗ് 2. ലോഗ് 2 പ്ലസ് ലോഗ് 2 പറഞ്ഞാൽ 0.6. 0.3 0.3 രണ്ടോട്ടം കൂട്ടുന്നതാണ് 0.6. ഇതേപോലെ നമുക്ക് ഏത് കണ്ടുപിടിക്കുക? ലോഗ് 8 ആണ് കണ്ടുപിടിക്കുക ഇവിടുന്ന്. ലോഗ് 8 അല്ലേ? ലോഗ് 8 എത്ര? ലോഗ് 8 വരെ പറ. ലോഗ് 8 പറഞ്ഞാൽ ലോഗ് 4 × 2 ആ. ലോഗ് 4 × 2 ആ എന്ന് പറഞ്ഞാൽ ലോഗ് 4 പ്ലസ് ലോഗ് 2. അപ്പോൾ 0.6ഉം 0.3ഉം 0.9. മനസ്സിലായോ? ഇനി നമുക്ക് ലോഗ് 10 വേണമെങ്കിൽ പറയാമല്ലോ. ലോഗ് 10 എത്രയാ? ലോഗ് 10 എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും, ഒന്നും നോക്കാനില്ല. ലോഗ് 10 എന്ന് പറഞ്ഞാൽ ലോഗ് ബേസ് 10 ആണ്. അപ്പോൾ 10ന്റെ എത്രാമത്തെ പവറാണ് 10? ഒന്നാമത്തെ പവർ തന്നെ. ഇനി ഇവിടെ വേണമെങ്കിൽ ഒരു ചെറിയ ട്രിക്ക് പഠിച്ചു വെച്ചോ. ലോഗ് 3 എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ഇതിൻ്റെ രണ്ടിൻ്റെ ആവറേജ് എടുത്താൽ മതി. 0.6ഉം 0.3ഉം 0.9. 0.9ൻ്റെ ആവറേജ് 0.45, ശരിക്കും 0.48. ചെറിയ തട്ടിപ്പാ. ഇത് കാണാൻ വിളിച്ചാൽ മതി. 0.3 പ്ലസ് 0.6 0.9/2, അതായത് 0.45. ശരിക്കും 0.45 അല്ല 0.48. അതായത് ആവറേജ് ഒന്നും അല്ല വരുന്നത്. ഈ സംഖ്യ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. 0.48. ലോഗ് 3 പറഞ്ഞാൽ 0.48. 10 വരെ കാണാൻ പഠിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗ് 5ഉം ലോഗ് 6ഉം ലോഗ് 7ഉം ഒക്കെ കാണാൻ പഠിക്കാനുണ്ട്. കാണാൻ പഠിക്കണമെന്നില്ല, ലോഗ് 6 ഒക്കെ അല്ലാതെ തന്നെ കിട്ടും. കാരണം ലോഗ് 6 പറഞ്ഞാൽ ആരാ? ലോഗ് 2 × 3. 6 എന്ന് പറഞ്ഞാൽ 2 × 3 അല്ലേ? അപ്പോൾ ലോഗ് 2 × 3 പറഞ്ഞാൽ ലോഗ് 2 പ്ലസ് ലോഗ് 3. ലോഗ് 2 × 3 പറഞ്ഞാൽ ലോഗ് 2 പ്ലസ് ലോഗ് 3. 0.3ഉം 0.48ഉം ലോഗ് 2 പ്ലസ് ലോഗ് 3. അപ്പോൾ അത് 0.78 ആ കിട്ടുക. 0.78. ഈ രണ്ടാളെ കൂട്ടിയതാണേ. ലോഗ് 5 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല, പണിയാ. ലോഗ് 5 പറഞ്ഞാൽ 2 × 3 ഒന്നും അല്ലല്ലോ. അപ്പോൾ ലോഗ് 2 പ്ലസ് ലോഗ് 3 ചെയ്ത പോലെ 6 ചെയ്ത പോലെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ തട്ടിപ്പ് ചെയ്ത് 0.6 ഇത് 0.8 എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആവറേജ് ആയിരിക്കും ഇത് 0.7. മനസ്സിലായോ? 0.6 ഇത് 0.78 പകരം 0.8 ആണെന്ന് വെറുതെ വിചാരിക്കുക. അപ്പോൾ 0.6ൻ്റെയും 0.8ൻ്റെ ആവറേജ് 0.7. അത് അങ്ങനെ വിചാരിക്കൊന്നും വേണ്ട, അത് കാണാൻ പഠിച്ചാലും മതി കേട്ടോ. ഒരു ട്രിക്ക് പറഞ്ഞതാണ്. ആ ട്രിക്കൊക്കെയാണ് മനസ്സിലാവാതിരിക്കുക. അതാണ് ഇപ്പോൾ ലോഗ് മനസ്സിലായില്ല എന്ന് പറയരുത്. ഭയങ്കര സിമ്പിളാണ്. ലോഗ് ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഞാൻ ക്വസ്റ്റ്യൻ ചെയ്ത് കാണിച്ചു തരാം. ഈ വാല്യൂസ് കാണാൻ പഠിച്ചോ. വാല്യൂസ് കാണാതെ പഠിക്കാതിരിക്കാനുള്ള ട്രിക്ക് പറയുമ്പോഴാണ് പിന്നെ കൺഫ്യൂഷൻ ആവുക. ലോഗ് 8 ഓക്കെ. ഇനി ലോഗ് 9 എന്താ? അപ്പോൾ ലോഗ് 9ഉം ഈസിയാണ്. കാരണം ഇത് 0.9, ഇത് 1. അപ്പോൾ ഇത് 0.95 ആയിരിക്കും. ഇപ്പോൾ എല്ലായോ? 1 2 3 4 5 6 7 കിട്ടിയില്ല. ലോഗ് 7 എത്രയാണ്? ലോഗ് 7 എന്ന് പറഞ്ഞാൽ ഇത് 0.8 ആണെന്നല്ലേ വിചാരിച്ചത്. ഇത് 0.9ഉം അപ്പോൾ 0.85 ആയിരിക്കും. ഓക്കെ ആണോ? 0.85. ഇത്രയും ലോഗ് വാല്യൂസ് കാണാതെ പഠിച്ചേക്കേ. ലോഗ് 10 ബേസ് 1 എത്രയാ? ലോഗ് ബേസ് 10 1 എത്രയാ? ലോഗ് ബേസ് 10 1 0. ലോഗ് ബേസ് 10 എത്രയാ? 1. അതിൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് വാല്യൂസ് കാണാൻ പഠിച്ചാലും മതി. ഞാൻ അതും ലോജിക്കലി പറഞ്ഞു തന്നു. ഇത് 0.3 മാത്രം കാണാൻ പഠിച്ചാൽ മതി. അത് 0.3 കിട്ടിയാൽ ലോഗ് 4 ആരാ? ലോഗ് 4 പറഞ്ഞാൽ ലോഗ് 2 × 2 ആ. അപ്പോൾ ലോഗ് 2 × 2 പറഞ്ഞാൽ ലോഗ് 2 പ്ലസ് ലോഗ് 2. കാരണം ലോഗ് എ × ബി പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി ആണ്. അപ്പോൾ 2 × 2 പറഞ്ഞാൽ 2 + 2. അപ്പോൾ 0.3ഉം 0.3 ആഡ് ചെയ്തു, ഇത് കിട്ടി. ലോഗ് 8ഉം അങ്ങനെ കണ്ടുപിടിച്ചു. ലോഗ് 8. ലോഗ് 10ഉം നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചു. പിന്നെ ഒരു ആവറേജ് എടുക്കുന്ന മെത്തേഡിൽ ലോഗ് 3 പറഞ്ഞു തന്നു. ഇതിൻ്റെ ആവറേജ് എടുക്കുക. അങ്ങനെ 0.3ഉം 0.6ഉം കൂട്ടുക /2 0.45. അതിലേക്ക് ഒരു 0.48 ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ഇത് 0.78 എങ്ങനെ കിട്ടിയത്? ലോഗ് 6. അത് ലോഗ് 2 × 3 ആ. അപ്പോൾ ലോഗ് 2 പ്ലസ് ലോഗ് 3 അത് രണ്ടും കൂട്ടുന്നതായിരിക്കും ലോഗ് 6 0.78. ഇത് 0.8 ആണെന്ന് വിചാരിക്കുക. ഇത് 0.6ഉം അതിൻ്റെ ആവറേജ് എടുത്താൽ 0.7. ഇത് 0.8 ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് 0.9 ആണല്ലോ. 0.9ഉം 0.8ഉം കൂടി ആവറേജ് എടുത്താൽ 0.85. ഇത് 0.9ഉം ഇത് 1ഉം ആണല്ലോ. അതിൻ്റെ ആവറേജ് എടുത്താൽ 0.95. ഇങ്ങനെ വാല്യൂസ് നമ്മൾ ഓർത്ത് വെച്ച് നോക്കുക. ഇവാലുവേറ്റ് ദ ഫോളോയിങ്. ഭയങ്കര സിമ്പിളി ബേസ് ആയിട്ട് ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ലോഗ് ബേസ് 10 20 എന്താ കിട്ടുക? ലോഗ് ബേസ് 10 20 എന്ന് പറഞ്ഞാൽ ലോഗ് ബേസ് 10 20 ആരാ? എന്താ കിട്ടേണ്ടത്? എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക? നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കി. ഇവിടെ നമുക്കൊരു എക്സ് ആണ് കിട്ടേണ്ടത്.
10⁻x ആണ്. അങ്ങനെ ആലോചിച്ച് ചെയ്യാം, ഐഡൻറ്റിറ്റി വെച്ചും ചെയ്യാം കേട്ടോ. രണ്ട് മെത്തേഡ് കാണിച്ചു തരാം. മെത്തേഡ് 1 കുറച്ച് ഐഡിയ കത്തിയ ആളിങ്ങനെ ചെയ്യാം. 10⁻x ആണ് 20. പക്ഷെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല അല്ലേ, പണിയാണ്. 10⁻x 20 കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച മെത്തേഡിൽ അത് കുറച്ചൊരു പരിപാടിയുള്ള പണിയുണ്ട് അവിടെ. എന്നാൽ നേരെ കുറച്ച് ഐഡൻറ്റിറ്റി അറിയാമെങ്കിലോ, ഐഡൻറ്റിറ്റി അറിയാമെങ്കിൽ ഭയങ്കര സിമ്പിളാ. ലോഗ് ബേസ് 10 20 എന്ന് പറഞ്ഞാൽ എന്താ, അത് ലോഗ് ബേസ് 2 × 10 ലോഗ് ബേസ് 2 × 10 എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് a × b. അപ്പോൾ ലോഗ് 2 + ലോഗ് 10 എന്ന് പറഞ്ഞാൽ എന്താ, ലോഗ് 2 ആരാ, ലോഗ് 2 0.3, ലോഗ് 10 ആരാ 1. അപ്പോൾ ആൻസർ എന്താ 1.3. അപ്പോൾ ഇത് കണ്ടുപിടിക്കൽ കുറച്ച് പാടായിരിക്കും ഈ മെത്തേഡിൽ. അതുകൊണ്ടാണ് നമ്മൾ ഐഡൻറ്റിറ്റി പഠിച്ചത്. ഞാൻ ആദ്യം ആലോചിച്ചൊക്കെ പറഞ്ഞല്ലോ കുറേ ആൻസറുകൾ. അപ്പോൾ കുറേ ആൾക്കാർക്ക് അങ്ങനെ ചെയ്താൽ മതി അല്ലെന്ന് തോന്നും. നോ അങ്ങനെ ചെയ്താൽ പോരാ. കാരണം ചില ക്വസ്റ്റ്യൻസ് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വഴി മുട്ടും, ചിലത് കിട്ടും ചെയ്യും. ലോഗ് ബേസ് 10 18 ഞാനൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടെ. ലോഗ് ബേസ് 10 18 ഓക്കെ അല്ലേ. ലോഗ് ബേസ് 10 18 ഞാൻ കാൽക്കുലേറ്റ് ചെയ്യണത് ലോഗ് ബേസ് 10 18 പകരം ഞാൻ 2 × 9 എന്ന് എഴുതാൻ പോവാണ്. ഓക്കെ ആണോ, 2 × 9 എന്ന് എഴുതാൻ പോവാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ലോഗ്, ഒരു മിനിറ്റ്, ലോഗ് ബേസ് 10 18 ആണല്ലോ അല്ലേ. അപ്പോൾ എനിക്ക് ലോഗ് √2 + ലോഗ് √9. √9 എന്ന് പറഞ്ഞാൽ 3 √9 3 ഇത് രണ്ടും ആഡ് ചെയ്യാണ് കിട്ടാണ്. കാരണം ഇത് a × b a × b പറഞ്ഞാൽ a + b ലോഗ് a + ലോഗ് b. ലോഗ് √2 നേരത്തെ എവിടെയോ കണ്ടുവച്ചിട്ടില്ല നമ്മൾ. ലോഗ് √2 അതിൻ്റെ കാര്യമൊക്കെ വിശദീകരിച്ച് ഞാൻ ലോഗ് √2 എവിടെയോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ലോഗ് √2 ഇല്ല, പറഞ്ഞില്ല, എൻ്റെ ഓർമ്മയിൽ പറഞ്ഞേക്ക്. ലോഗ് 1 ലോഗ് 1.14 അത് 1/2 0.5 മനസ്സിലായോ? 0.5 0.5 1/2. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്താൽ മതി. ലോഗ് √2 പറഞ്ഞാൽ 1/2 0.5 + ലോഗ് 3 ആരാ, ലോഗ് 3 നമ്മൾ കാണാൻ പഠിച്ചില്ലേ 0.48 ഓർമ്മയില്ലേ. അപ്പോൾ ആൻസർ 0.98 കിട്ടുന്നു അല്ലേ. 5 ഉം 4 9 0.98 കിട്ടുന്നു. ഞാൻ തന്നെ വളരെ ശ്രദ്ധിച്ച് പതുക്കെയാണ് ചെയ്യുന്നത് അല്ലേ. സെറ്റാണോടാ? എയും ബിയും ചെയ്ത് ഞാൻ മെത്തേഡ് എന്നൊക്കെ പറയാൻ മെയിനായി തുടങ്ങിയെങ്കിലും ആ മെത്തേഡ് അത് കിട്ടുമായിരുന്നില്ല. അപ്പോൾ ഞാൻ ഐഡൻറ്റിറ്റി വെച്ച് തന്നെ ചെയ്തത്. 20നെ 2 × 10 എഴുതി. അപ്പോൾ 2 × 10 2 + 10 വരും അല്ലേ. ലോഗ് 2 + ലോഗ് 10 വരും. ആ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാനായിരുന്നു ഇത് അല്ലേ. അയ്യവാ ഇതെന്താ, ലോഗ് ബേസ് 3x³ ആണ് 16. ഐഡൻറ്റിറ്റി അപ്ലൈ ആണെങ്കിൽ മറ്റേ ഐഡൻറ്റിറ്റി അപ്ലൈ ചെയ്യുക. ലോഗ് a⁻n എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ലോഗ് a⁻b എന്ന് പറഞ്ഞാൽ b ലോഗ് a ആണല്ലോ. പറഞ്ഞോ, b ലോഗ് a ആണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ലോഗ് 3x⁸8 എന്ന് പറഞ്ഞാൽ x⁸8 എന്ന് പറഞ്ഞാൽ 8 ലോഗ് 3x എന്നാണ് വരിക. 8 ലോഗ് 3x എന്നാണ് വരിക. ഇതാണ് ക്വസ്റ്റ്യനിൽ 16 തന്നിട്ടുള്ളത്, മനസ്സിലായോ? അപ്പോൾ ലോഗ് 3x എന്ന് പറയുന്നത് 16/8. 8 ലോഗ് 3x = 16 ആണ് കിട്ടിയത്. b ലോഗ് a a⁻b നെ b ലോഗ് a എന്ന് എഴുതാം. അങ്ങനെയാണ് 8 ലോഗ് x എന്ന് എഴുതിയത്. 8 ലോഗ് x ആണ് 16 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ലോഗ് x എന്ന് പറഞ്ഞാൽ 16/8 എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ ലോഗ് 3x = എന്താ ഇപ്പോൾ കിട്ടിയത്? ലോഗ് ബേസ് 3x² ആണ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ മനസ്സിലാവും നമുക്ക്? 3ൻ്റെ സ്ക്വയർ ആണ് x അല്ലേ. 3ൻ്റെ സ്ക്വയർ ആണ് x. ആ കോൺസെപ്റ്റ് അറിയില്ലേ? ബേസിൻ്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ ബേസിൻ്റെ എത്രാമത്തെ സ്ക്വയർ ആണ് x എന്നാണ് നോക്കേണ്ടത്. അപ്പോഴാണ് ആൻസർ കിട്ടുക. അപ്പോൾ ബേസിൻ്റെ രണ്ടാമത്തെ സ്ക്വയർ ആണ് x എന്ന് അതിൻ്റെ അർത്ഥം. 3² ആൻസർ x = 6 എന്ന് കിട്ടും. നോ 9. 3² 9 അല്ലേ, 6 അല്ലല്ലോ. ഇവിടെ ഞാൻ പലതവണ വിശദീകരിച്ചിരുന്നു. ഇവിടെയൊക്കെ ചിലപ്പോൾ വിശദീകരിക്കുമ്പോൾ ഒരു സ്ലിപ്പ് ഓഫ് ടങ് ഉണ്ടാകുന്നുണ്ട്. അതായത് നോക്കൂ, 3 ഇല്ലേ, 3 അതാണ് ബേസ്. അതിൻ്റെ ഈ പവർ ആയിരിക്കും ഈ ആൻസർ, മനസ്സിലായോ? അപ്പോൾ 3² ആണ് x കാണാനാണ് ചോദിച്ചത്. x 9.
ഇത് വേറെ മെത്തേഡിൽ ചെയ്ത് കാണിച്ചു തരാം. നേരത്തെ പറഞ്ഞ പോലെ പാളുവോ? ഇല്ല തോന്നുന്നു. മെത്തേഡ് 2 ഈ ചെയ്തത് മെത്തേഡ് 1 ആണ്. ഇവിടെ ഐഡൻറ്റിറ്റിയായി യൂസ് ചെയ്തത് മെത്തേഡ് 1. ഏത് ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്തത്? log a raised to b. ഇപ്പോൾ b log a ആ ഐഡൻറ്റിറ്റിയാണ് യൂസ് ചെയ്തത്. ഇനി മെത്തേഡ് 2 കാണിച്ചു തരാം. ആലോചിച്ചങ്ങ് ചെയ്ത് നോക്ക്. log 3 x raised to 8 16 ആവണമെങ്കിൽ 3 raised to 16 എന്ന് പറയണത് x raised to 8 ആവണ്ടേ? ഈ ബേസിൻ്റെ 16th പവർ ആവണം x raised to 8. മനസ്സിലായോ? 3 raised to 16 ഈക്വൽ ടു x raised to 8 ആവണം. അപ്പോൾ രണ്ട് സ്ഥലത്തും raised to 1/2 ചെയ്യാൻ വിചാരിക്കുക. അല്ലേ വേണ്ട? രണ്ട് സ്ഥലത്തും raised to ഇവിടെ 16 ഉണ്ടല്ലോ, ബൈ 16 ചെയ്തു, raised to 1/16. അപ്പോൾ x raised to 8/16 വരും. 16 വെട്ടിപ്പോയി, 8ഉം 16 വെട്ടിയാൽ 1/2 വരും. അപ്പോൾ x raised to 1/2 3 കിട്ടും. x ഈക്വൽ ടു എന്ത് കിട്ടും? x raised to 1/2 പറഞ്ഞാൽ റൂട്ട് എക്സ് ആ. റൂട്ട് എക്സ് 3 ആണെങ്കിൽ എക്സിനായണ. x raised to 1/2 പറഞ്ഞാൽ റൂട്ട് എക്സ് ആ. റൂട്ട് എക്സ് 3 ആണെങ്കിൽ എക്സിനായണ. ഞാൻ ഈ ആലോചിച്ചത് കറക്റ്റ് അല്ലേ? 3 raised to 16 എന്നാൽ ഇതാണ് ബേസ്, അതിൻ്റെ 16th പവർ ആയിരിക്കും x raised to 8 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ലോഗിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കണം. വെള്ളം കുടിച്ച് വരാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇത് പ്രത്യേകമുള്ളൊരു ഭാഗം തന്നെയാണ്. കുറച്ച് നല്ല അലമ്പ് ഇവിടെ ഉണ്ട്. ഈ ചോദ്യം ചെയ്ത് നോക്കാം. log based on 25 പ്ലസ് log based on 40. ഐഡൻറ്റിറ്റി യൂസ് ചെയ്താൽ വേഗം കിട്ടും. കാരണം log a പ്ലസ് log b, log a ഇൻറ്റു b. അപ്പോൾ log 25 ഇൻറ്റു 40, 25 × 4 100. അപ്പോൾ log 1000 എന്ന് കിട്ടും. log 1000 എത്രയാ? log 1000 എന്ന് പറഞ്ഞാൽ log 10 raised to 3 ആണ്. അപ്പോൾ ആൻസർ 3 ആണ്. 10 raised to 3 ബേസ് 10 ആണല്ലോ, ബേസ് 10. അപ്പോൾ ബേസ് 10ൽ 10 raised to 3 വന്ന ആൻസർ 3 ആണ്. അതിലൊന്നും നോക്കാനില്ല. 10ൻ്റെ എത്രാമത്തെ പവറാണ്? 10 raised to 3, മൂന്നാമത്തെ പവർ. റെഡി അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ചെയ്തേ ഞങ്ങൾ log based on 4 × 10 raised to -2. അതൊന്നും ചെയ്യാല്ല, a ഇൻറ്റു ബി ആണ്. അപ്പോൾ log based on 4 പ്ലസ് log based 10 raised to -4. കുട്ടികൾ പിന്നെ വന്ന് ചോദിക്കും ഇൻറ്റു എങ്ങനെ പ്ലസ് ആയി എന്നൊക്കെ ചോദിക്കും. മക്കളെ a ഇൻറ്റു ബി, a പ്ലസ് log a പ്ലസ് log b ആണല്ലോ. ഇവിടെ ഒരു സംശയം ആർക്കും ഇല്ല, ആൻസർ -4 ആണ്. log 10 raised to -4ൻ്റെ ആൻസർ -4 ആണ്. കാരണം ഇത് ബേസ് 10 ആ. log based 10 4 എത്രയാ? log based 10 4 നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, 0.6. 0.6 നിന്ന് -4, 0.6 -4. ഓ 0.6 നിന്ന് -4 കുറച്ച് എത്രയാ? 4 നിന്ന് 0.6 കുറച്ചാൽ 3.4 ആ. അപ്പോൾ 0.6 നിന്ന് -4 കുറച്ചാൽ -3.4 ആണ് ആൻസർ കിട്ടുക. 0.6 നിന്ന് 4 നിന്ന് 0.6 കുറച്ചാൽ 3.4 ആ. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലോഗുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം.